ഇരവികുളം നാഷണൽ പാർക്കിന്റെ ചുറ്റുമുള്ള പാമ്പാടുംചോല, ആനമുടിച്ചോല, ചിന്നാർ വൈൽഡ് ലൈഫ് കേന്ദ്രം ഇവിടങ്ങളിലെല്ലാം ബഫർ സോൺ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. UDF അധികാരത്തിൽ വന്നിട്ട് ഒരു മാസം തികയുന്നതിനിടെ ഇത്തരത്തിലൊരു നോട്ടിഫിക്കേഷൻ UDF സർക്കാരിന് പുറപ്പെടുവിക്കുവാൻ കഴിയുകയില്ല. കഴിഞ്ഞ 6 മാസത്തിന് മുമ്പ് ഇടതുപക്ഷ സർക്കാർ കേന്ദ്ര സർക്കാരിന് നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ബഫർ സോൺ പ്രഖ്യാപിച്ചത്. ഈ മേഖലകളിലെല്ലാം കാട്ടിൽ തന്നെ ബഫർ സോൺ പ്രഖ്യാപിക്കുക എന്നത് തന്നെയാണ് UDFന്റെ നിലപാട്. ജൂൺ 2 പുറപ്പെടുവിച്ച ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ ജനവാസ മേഖല എവിടെയെങ്കിലും ബഫർ സോണിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മേഖലയെ പൂർണ്ണതോതിൽ ഇതിൽ നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് പരിസ്ഥിതി മന്ത്രി സണ്ണി ജോസഫിനെ കണ്ട് ശുപാർശ നൽകിയതായി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. ഇരവികുളം നാഷണൽ പാർക്കിന്റെ ചുറ്റുപാടുമുള്ള പാമ്പാടുംചോല, ആനമുടിച്ചോല, അതുപോലെ കുറിഞ്ഞി സാങ്ച്വറി, ഇതോടൊപ്പമുള്ള മറ്റ് ചിന്നാർ വൈൽഡ് ലൈഫ് കേന്ദ്രം, ഇവിടെയെല്ലാം ബഫർ സോൺ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് അധിക സമയമായിട്ടുള്ള ഒരു മാസം പോലും ആയിട്ടില്ല. അപ്പൊ ഇതിനിടയിൽ ഒരു നോട്ടിഫിക്കേഷൻ UDF ഗവൺമെന്റിന് പുറപ്പെടുവിക്കാൻ കഴിയത്തില്ല. കഴിഞ്ഞ 6 മാസത്തിന് മുമ്പ് ഇടതുപക്ഷ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് സമർപ്പിച്ച ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഈ ദേശീയ ഉദ്യാനങ്ങൾക്കും അതോടൊപ്പം തന്നെയുള്ള മറ്റ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ് എന്ന് പറയുന്ന സംരക്ഷിത വനങ്ങൾക്കും ബഫർ സോൺ ഇപ്പോൾ യാഥാർത്ഥ്യമാകും. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയപ്പെടുന്ന എല്ലാ വന്യജീവി സങ്കേതങ്ങളിലും അതോടൊപ്പം തന്നെ നാഷണൽ പാർക്കുകളിലും 1 കിലോമീറ്റർ ബഫർ സോൺ എന്നുള്ളത് നിശ്ചയിക്കപ്പെട്ട് കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ച വേളയിൽ കേരളത്തിൽ വലിയ പ്രതിഷേധം രൂപപ്പെട്ടു. പ്രതിപക്ഷ നേതൃത്വത്തിൽ വലിയ ശക്തമായ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. അതിനൊടുവിൽ പരമോന്നത സുപ്രീം കോടതിയിൽ ഗവൺമെന്റ് റിവ്യൂ പെറ്റീഷൻ സമർപ്പിക്കുകയും ആ റിവ്യൂ പെറ്റീഷന്റെ അടിസ്ഥാനത്തിൽ 0 ബഫർ സോണാക്കി നിജപ്പെടുത്തിക്കൊള്ളാനുള്ള അനുമതി സംസ്ഥാന ഗവൺമെന്റ് ലഭ്യമായി. അങ്ങനെ അനുമതി ലഭ്യമായതിനു ശേഷം സംസ്ഥാന ഗവൺമെന്റ് എല്ലായിടത്തും 0 ബഫർ സോൺ പുനർനിശ്ചയിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കടക്കേണ്ടിയിരുന്നു. ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പ്രഥമ ദൃഷ്ടിയാ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തോട്ടം മേഖല ഇപ്പോൾ ഈ ബഫർ സോണിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ബഫർ സോണായി ഒരു പ്രത്യേകമായ പ്രദേശം നിജപ്പെടുത്തിയാൽ അവിടെ വന്യമൃഗങ്ങൾക്കും മനുഷ്യർക്കും ഒരേപോലെയുള്ള അവകാശമാണ്. ഏതെങ്കിലും ഒരു ബഫർ സോണിൽ വന്യമൃഗം വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് മനുഷ്യൻ ഇറങ്ങി കൊടുക്കുക എന്നുള്ളതാണ്. തോട്ടം മേഖലയിൽ അവിടെ ധാരാളം ലയങ്ങളുണ്ട്, തൊഴിലാളികളുണ്ട്, വളർത്തുമൃഗങ്ങളുണ്ട്. അപ്പൊ ഈ വളർത്തുമൃഗങ്ങളെയും അതോടൊപ്പം തന്നെ മനുഷ്യരെയും ഒക്കെ തോട്ടം മേഖലയിൽ കടന്നു കയറി മൃഗങ്ങൾ ആക്രമിച്ചാൽ ഇനി ആ മൃഗത്തെ തുരത്തി ഓടിക്കാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ബാധ്യതയില്ല എന്നുള്ളതാണ് ബഫർ സോൺ പ്രഖ്യാപിച്ചാൽ അതുവഴി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ ഇത് ഇടതുപക്ഷ ഗവൺമെന്റ് വരുത്തിവെച്ച ഒരു വിനയാണ്. ഈ ഗവൺമെന്റ് ഇപ്പോഴത്തെ ഗവൺമെന്റ് ഇതിനെ സംബന്ധിച്ച് കൃത്യമായ നിലപാട് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങൾ പ്രതിപക്ഷത്തായിരിക്കുമ്പോഴും എപ്പോഴും എന്ന് വെച്ചാൽ ജനവാസ കേന്ദ്രങ്ങളും കൃഷിസ്ഥലങ്ങളും തോട്ടങ്ങളും പൂർണ്ണമായി ബഫർ സോണിൽ നിന്ന് പുറത്തായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ മൂന്നാറിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയപ്പെടുന്ന ചിന്നാർ വൈൽഡ് ലൈഫും അതോടൊപ്പം കുറിഞ്ഞി സാങ്ച്വറിയും പാമ്പാടുംചോലയും ആനമുടിച്ചോലയും ഇരവികുളം നാഷണൽ പാർക്കും ഇവിടെയെല്ലാം 100% ജനവാസ കേന്ദ്രങ്ങളും കൃഷിസ്ഥലങ്ങളും തോട്ടങ്ങളും ഈ ബഫർ സോണിൽ നിന്ന് പുറത്താവുകയും കാട്ടിൽ തന്നെ ബഫർ സോൺ എന്നുള്ള ആ ഒരു ബൗണ്ടറി ലൈൻ ഫിക്സ് ചെയ്തുകൊണ്ട് ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണണം. UDFന്റെ നിലപാട് അതാണ്. ഇപ്പോൾ ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ ജൂൺ മാസം 2 പുറത്തു വന്നു. ആ ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷനിൽ എവിടെയെങ്കിലും ജനവാസ കേന്ദ്രങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ ആ ജനവാസ കേന്ദ്രങ്ങളെ പൂർണ്ണതോതിൽ ഒഴിവാക്കണമെന്നുള്ള ആവശ്യം ബഹുമാനായ പരിസ്ഥിതി വകുപ്പ് മന്ത്രി ശ്രീ സണ്ണി ജോസഫിനെ നേരിട്ട് കണ്ട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം അത് അനുഭാവപൂർണ്ണം പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കേരള മലയാളം, ഇടുക്കി.